എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ്. ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അതും കുക്കറിലാണ് നമ്മുടെ ഇന്നത്തെ പാചകവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പവും ഉച്ചയ്ക്ക് ഊണിനൊപ്പവും വിളമ്പാൻ പറ്റിയ വളരെ സ്വാദേറിയ നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ്. ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതിലേക്കൊരു പ്രത്യേക സ്വാദ് കിട്ടുന്നതിനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്തിട്ടാണ് കറി തയ്യാറാക്കി എടുക്കുന്നതും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാൻ മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കാം. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഗ്രീൻ പീസ് കറി തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം അളവിലാണ് ഗ്രീൻ പീസ് എടുത്തിട്ടുള്ളത്. തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ള ഗ്രീൻ പീസ് ആണിത്. ഇനി വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് കറിയാക്കി മാറ്റുന്നതെന്ന് നോക്കാം. ഇന്നത്തെ പാചകവും കുക്കറിൽ വെച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അടപ്പിലേക്ക് വെച്ചിട്ടുള്ള കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് നല്ല പോലെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ 2 സവാള കട്ട് ചെയ്ത് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ അളവിലുണ്ട്. ഇതുകൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരമായിട്ട് നിങ്ങൾക്കിതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് ചേർത്താൽ മതിയാകും. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ചേർക്കാം. കൂടെ തന്നെ എരിവിന് ആവശ്യമായ 3 പച്ചമുളകും കൂടെ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 സ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും 1 നുള്ളും മഞ്ഞൾപ്പൊടിയുമാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. ഇനി പൊടികളും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു 5 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. സവാള വഴണ്ട് വരുന്ന ആ ഒരു താമസം മാത്രമേ ഉള്ളൂ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ടും. മസാലകളൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് വരുന്ന സമയത്ത് ഈ ഒരു ഗ്രീൻ പീസ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് 1 സ്പൂൺ അളവിൽ കടലപ്പൊടി കൂടെ ചേർക്കാം. കടലപ്പൊടി ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഇതിന്റെ ചാറൊക്കെ ആണെങ്കിൽ നല്ല കട്ടിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. കടലപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ തന്നെ കുതിർത്തി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആണ്. ഇനി ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ വഴറ്റിയെടുക്കുന്നത് നമ്മുടെ ഗ്രീൻ പീസ് കുഴഞ്ഞു പോവാതെ തന്നെ വെന്ത് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. 1 മിനിറ്റ് നേരം മസാലകളും ഗ്രീൻ പീസും ആയിട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഗ്രീൻ പീസിന് 1.5 കപ്പ് വെള്ളം എന്ന കണക്കാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസിന്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതും. ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിയിലയുടെ സ്വാദിഷ്ടം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്തൊന്ന് ഇളക്കി കഴിഞ്ഞാൽ കുക്കർ ഒന്ന് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 6 വിസിൽ വരുന്നത് വരെയും നമുക്ക് വേവിച്ചെടുക്കാം. 6 വിസിലിന് ശേഷം കുക്കർ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കുക്കറിന്റെ എയർ പോയി വന്നിട്ടുണ്ട്. നമുക്കിനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ കറി നല്ല പോലെ തന്നെ പാകമായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര എളുപ്പത്തിലാണ് നമ്മൾ വളരെ രുചികരമായിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ജോലി ഭാരം കുറയ്ക്കാനും നല്ല സ്വാദോടുകൂടി തന്നെ തയ്യാറാക്കി കഴിക്കാനും ഈ ഒരു റെസിപ്പി വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. ഇനിയിപ്പോൾ ഗ്രീൻ പീസ് കറി തയ്യാറാക്കി എടുക്കുന്നത് വളരെ എളുപ്പമാണെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.